ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം പ്രസിഡന്റിന്റെ കാലത്ത് നടപ്പിലാക്കിയ താരിഫുകൾ അമേരിക്കയിലെ സംരക്ഷണവാദ വ്യാപാര നയങ്ങളിൽ കുത്തനെ വർധനവ് വരുത്തി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുഎസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന മിക്കവാറും എല്ലാ ഉൽപ്പന്നങ്ങൾക്കും കുത്തനെയുള്ള താരിഫ് പ്രഖ്യാപിച്ചു. 2025 ജനുവരി മുതൽ ഏപ്രിൽ വരെ യുഎസിന്റെ വ്യാപാര ഭാരമുള്ള ശരാശരി താരിഫ് 2% നിന്ന് ഏകദേശം 24% ആയി ഉയർന്നു. ഇത് ഒരു നൂറ്റാണ്ടിലെ ഏറ്റവും ഉയർന്ന നിലയാണ്. 2025 ഏപ്രിൽ 9 ശേഷം ചൈനീസ് ഇറക്കുമതിയുടെ അടിസ്ഥാന താരിഫ് 145% ആയി ഉയർത്തി. ട്രംപ് ചൈനയുമായുള്ള വ്യാപാര യുദ്ധം വർദ്ധിപ്പിച്ചു. കാനഡയുമായും മെക്സിക്കോയുമായും അദ്ദേഹം ഒരു പുതിയ വ്യാപാര യുദ്ധത്തിന് തുടക്കമിട്ടു. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള മിക്ക സാധനങ്ങൾക്കും 25% താരിഫ് ചുമത്തി. എന്നാൽ പിന്നീട് USMCA അനുസരിച്ചുള്ള സാധനങ്ങൾക്ക് അനിശ്ചിതകാല ഇളവുകൾ നൽകി. ആഭ്യന്തര ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്നതിനൊപ്പം മയക്കുമരുന്ന് കടത്തിനും നിയമവിരുദ്ധ കുടിയേറ്റത്തിനും രാജ്യങ്ങളെ ഉത്തരവാദികളാക്കുന്നതിനുള്ള ഒരു മാർഗമായാണ് ട്രംപ് ഈ നടപടികൾ രൂപപ്പെടുത്തിയത്. പിന്നീട് എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സ്റ്റീൽ, അലുമിനിയം, ഓട്ടോമൊബൈലുകൾ എന്നിവയ്ക്ക് 25% താരിഫ് ഏർപ്പെടുത്തി. ഓട്ടോ പാർട്സുകൾക്കും താരിഫ് പ്രതീക്ഷിക്കുന്നു. ഏപ്രിൽ 2 അദ്ദേഹം വിമോചന ദിനം എന്ന് വിളിച്ച ദിവസം. ഏപ്രിൽ 5 മുതൽ പ്രാബല്യത്തിൽ വരുന്ന എല്ലാ US ഇറക്കുമതികൾക്കും കുറഞ്ഞത് 10% തീരുവ ചുമത്തുന്ന ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു. 57 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 11% മുതൽ 50% വരെയുള്ള ഉയർന്ന തീരുവകൾ ഏപ്രിൽ 9 പ്രാബല്യത്തിൽ വരുമെന്ന് നിശ്ചയിച്ചിരുന്നെങ്കിലും ചൈന ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും 90 ദിവസത്തേക്ക് ഉടൻ തന്നെ നിർത്തിവെച്ചു. 10% താരിഫ് പ്രാബല്യത്തിൽ തുടരുന്നു. വിവാദപരമായി ഇവയെക്കുറിച്ചുള്ള പ്രഖ്യാപനം പരസ്പര താരിഫുകൾ എന്ന് വിശേഷിപ്പിച്ചത് വ്യാപാര പങ്കാളികളിൽ നിന്ന് പ്രതികാര നടപടികളിലേക്ക് നയിച്ചു. ഇത് ഒരു ഓഹരി വിപണി തകർച്ചയ്ക്ക് കാരണമായി. ട്രംപ് ഭരണകൂടത്തിന്റെ പരസ്പര താരിഫ് ഫോർമുല അനുസരിച്ച് വ്യാപാര കമ്മികളെ അന്തർലീനമായ ദോഷകരമായി കാണുന്നു. അവ ഇല്ലാതാക്കണം. ഭരണകൂടം ഉദ്ധരിച്ച സാമ്പത്തിക വിദഗ്ധർ അവരുടെ ഗവേഷണം തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതാണെന്നും ഭരണകൂടത്തിന്റെ ഫോർമുലയും ലക്ഷ്യങ്ങളും ലളിതവും യുക്തിരഹിതവുമാണെന്നും പറഞ്ഞു. താരിഫുകൾ പരസ്പരമല്ല, മറിച്ച് ഏകപക്ഷീയമായ സംരക്ഷണ താരിഫുകളാണെന്ന് മാധ്യമങ്ങളും വാദിച്ചു. ഫെഡറൽ റിസർവും OECD-യും GDP വളർച്ചാ പ്രവചനങ്ങൾ കുറയ്ക്കുന്നതിനും മാന്ദ്യത്തിന്റെ പ്രതീക്ഷകൾ വർദ്ധിക്കുന്നതിനും താരിഫുകൾ കാരണമായി.